ഹലോ വെൽക്കം ബാക്ക് ഈസ് ബി എൽ ഫുട്ബോൾ ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 2022 വേൾഡ് കപ്പ് പ്ലേ ഓഫ് ഡ്രോസ് നടന്നിരിക്കുകയാണ്. അപ്പോൾ ഡ്രോ റിസൾട്ട്സ് ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആ തേയിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്കോട്ട്ലാൻഡും ഉക്രൈനും തമ്മിലാണ് ആദ്യ സെമിഫൈനൽ നടക്കുന്നത്. അതിൽ നിന്ന് ജയിക്കുന്ന ടീം നേരെ വിന്നർ എസ് എഫ് എന്നുള്ള പൊസിഷനിലേക്ക് പോകും. അന്ന് വെയിൽസ് വേഴ്സസ് ഓസ്ട്രിയ മത്സരം നടക്കും. അതിൽ നിന്ന് ജയിക്കുന്ന ടീം വിന്നർ എസ് എഫ് 2ലേക്ക് പോകും. അപ്പോൾ വിന്നർ എസ് എഫ് 2ൽ വരുന്ന ടീമാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വിന്നർ എസ് എഫ് 1ൽ വന്ന ടീം വിന്നർ എസ് എഫ് 2ൽ വന്ന ടീം തമ്മിൽ ഒരു ഫൈനൽ കളിക്കും. അതിൽ നിന്ന് ജയിക്കുന്ന ടീം ഡയറക്റ്റ് ആയിട്ട് വേൾഡ് കപ്പിൽ ക്വാളിഫൈ ചെയ്തു. അതിനുശേഷം പാത്ത് ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ റഷ്യ വേഴ്സസ് പോളണ്ട് ആദ്യ മത്സരം നടക്കും. അതിൽ ജയിക്കുന്ന ടീം ഫൈനലിൽ പോയി നിൽക്കും. അതുപോലെ സ്വീഡൻ വേഴ്സസ് ചെക്ക് റിപ്പബ്ലിക് മത്സരം നടക്കും. അതിൽ നിന്ന് ജയിക്കുന്ന ടീം ഫൈനലിൽ പോയി നിൽക്കും. അപ്പോൾ അതിൽ തമ്മിൽ നിൽക്കുന്ന രണ്ട് ടീമുകൾ തമ്മിൽ ഫൈനൽ നടക്കും. അതിൽ നിന്നൊരു ടീം വേൾഡ് കപ്പിലേക്ക് പോകും, വേൾഡ് കപ്പ് കളിക്കാൻ പോകും. അതുപോലെ പാത്ത് സിയിലാണ് ഇൻട്രസ്റ്റിംഗ് ന്യൂസുകൾ ഒളിഞ്ഞിരിക്കുന്നത്. കാരണം ഇറ്റലി വേഴ്സസ് നോർത്ത് മക്രോണിയ മത്സരം ആദ്യം നടക്കും. അതിൽ നിന്ന് ജയിക്കുന്ന ടീം ഫൈനലിലേക്ക് പോകും. അതുപോലെ തന്നെ പോർച്ചുഗൽ വേഴ്സസ് ടർക്കി മത്സരം നടക്കും. അതിൽ നിന്ന് ജയിക്കുന്ന ടീം ഫൈനലിലേക്ക് പോകും. അപ്പോൾ ഫൈനലിൽ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടും. അതിൽ ജയിക്കുന്ന ഒറ്റ ടീമിനായിരിക്കും വേൾഡ് കപ്പ് 2022 ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, പോർച്ചുഗൽ അല്ലെങ്കിൽ ഇറ്റലി മാത്രമായിരിക്കും, ഈ രണ്ട് ടീമുകൾ ഒരു ടീം മാത്രമായിരിക്കും 2022 വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യുക. അതിലൊരു ടീമിന് മാത്രമായിരിക്കും 2022 വേൾഡ് കപ്പ് കളിക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ ഒന്നുകിൽ ഇറ്റലി അല്ലെങ്കിൽ പോർച്ചുഗൽ എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും മത്സരങ്ങൾ നടക്കാൻ പോകുന്നത് മാർച്ച് 2022 24 തീയതിയാണ്. സോ എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക് അതുവരെ. സോ വീണ്ടും ഒരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഡ്രോ റിസൾട്ട്സ് എല്ലാവർക്കും ലഭിക്കാൻ ശ്രമിക്കുക. സോ എന്തായാലും ബൈ ബൈ.